എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജ്യോതിഷത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ഗ്രഹമാറ്റത്തിൻ്റെ ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ശനി 2026 ജൂലൈ 27 മീനരാശിയിൽ വെച്ച് വക്രഗതിയിലേക്ക് മാറുകയാണ്. അതായത് പിന്നോട്ട് സഞ്ചരിക്കുന്നതായി തോന്നുന്ന അവസ്ഥ. 2026 ഡിസംബർ 11 വരെ ഏകദേശം 137 ദിവസങ്ങളോളം ശനി വക്രഗതിയിൽ തുടരുന്നതാണ്. ഗ്രഹനിലയിൽ ശനി വക്രനാവുമ്പോൾ അതിൻ്റെ സ്വാധീനം എല്ലാ രാശിക്കാർക്കും വളരെ പ്രകടമായി അനുഭവപ്പെടാറുണ്ട്. എന്നാൽ ധനുരാശിക്കാരെ സംബന്ധിച്ച് ഈ കാലഘട്ടം അതീവ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ ധനുരാശിയുടെ 4-ാം ഭാവത്തിലാണ് ശനി, മീനത്തിലാണ് ശനി നിൽക്കുന്നത്. ഈ ശനിയുടെ ഈ വക്രസഞ്ചാരം എന്തൊക്കെ മാറ്റങ്ങളാണ് ധനുരാശിക്കാർക്ക് കൊണ്ടുവരാൻ പോകുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. നിങ്ങളുടെ കരിയർ, സാമ്പത്തികം, കുടുംബം, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവയൊക്കെ ഈ 137 ദിവസങ്ങൾ എങ്ങനെ ബാധിക്കും, പോസിറ്റീവായ ഫലങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യത്തിൽ മുൻകരുതലുകൾ എടുക്കണം, ഇതിനെക്കുറിച്ചെല്ലാം വളരെ കൃത്യവും ശാസ്ത്രീയമായ ഒരു വിശകലനമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. വിശദമായ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് എന്താണ് ശനിയുടെ വക്രഗതി എന്ന് മനസ്സിലാക്കണം. സാധാരണ ജ്യോതിഷ നിയമപ്രകാരം ഒരു ഗ്രഹം വക്രനാകുമ്പോൾ അതിൻ്റെ ബലം വർദ്ധിക്കുന്നു എന്നാണ് പറയുക. ശനി നമ്മുടെ കർമ്മങ്ങളുടെയും അച്ചടക്കത്തിൻ്റെയും ക്ഷമയുടെയും ഒക്കെ ഒരു പ്രതീകമാണ്. ശനി വക്രഗതിയിലാകുമ്പോൾ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചെയ്ത കാര്യങ്ങളെപ്പറ്റിയുള്ള ഒരു പുനഃപരിശോധനയ്ക്കുള്ള ഒരു അവസരമാണ് പ്രപഞ്ചം നമുക്ക് നൽകുന്നത്. ധനുരാശിക്കാർക്ക് ശനി ഇപ്പോൾ സഞ്ചരിക്കുന്നത് 4-ാം ഭാവത്തിലാണ്. 4-ാം ഭാവത്തെ സുഖസ്ഥാനം, മാതൃസ്ഥാനം, ബന്ധുസ്ഥാനം, വാഹനങ്ങളുടെ ഗ്രഹ നിർമ്മാണ സ്ഥാനം എന്നൊക്കെയാണ് വിളിക്കുന്നത്. 4-ാം ഭാവത്തിൽ ശനി സഞ്ചാരത്തെ അർത്ഥാഷ്ടമ ശനി എന്നാണ് പൊതുവെ പറയാറുള്ളതെങ്കിലും വക്രഗതിയിലേക്കൊക്കെ മാറുമ്പോൾ ഇതിൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങളൊക്കെ വരും. ശനി 4-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ദൃഷ്ടി വരുന്നത് 6-ാം ഭാവം, 10-ാം ഭാവം, അതുപോലെ നിങ്ങളുടെ 1-ാം ഭാവം എന്നിവിടങ്ങളിലേക്കാണ്. ഈ ദൃഷ്ടിഫലങ്ങളും വക്രമാകുമ്പോൾ മാറുന്നുണ്ട്. ഇത് ധനുരാശിക്കാരുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. ആദ്യമായി നമ്മൾ നോക്കുന്നത് തൊഴിൽ മേഖലയെക്കുറിച്ചാണ്. ധനുരാശിക്കാരുടെ 10-ാം ഭാവത്തിലേക്കാണ് ശനിയുടെ ദൃഷ്ടി പതിക്കുന്നത്. 10-ാം ഭാവം എന്നത് കർമ്മസ്ഥാനമാണ്. ശനി വക്രനാകുന്ന ഈ ജൂലൈ 27 മുതൽ ഡിസംബർ 11 വരെയുള്ള കാലയളവിൽ ഉദ്യോഗാർത്ഥികൾക്കും ബിസിനസ് ചെയ്യുന്നവർക്കും സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും ഉണ്ടാകുക. ദീർഘനാളായിട്ട് ഒരു ജോലി മാറ്റത്തിനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കരുത്. നിലവിലുള്ള ജോലിയിൽ ചില അസംതൃപ്തികളൊക്കെ തോന്നാം. മേലുദ്യോഗസ്ഥരുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ സാധ്യതയും കാണുന്നുണ്ട്. ജോലിസ്ഥലത്ത് ഉത്തരവാദിത്തങ്ങളൊക്കെ വർദ്ധിക്കുന്നതാണ്. കഠിനാധ്വാനത്തിന് തക്കതായ ഫലം ഉടനെ തന്നെ ലഭിച്ചില്ലെങ്കിലും നിരാശപ്പെടരുത്. ശനി നിങ്ങളുടെ ക്ഷമയൊക്കെ പരീക്ഷിക്കുന്ന ഒരു സമയമാണ്. ബിസിനസ് രംഗത്തൊക്കെ ഉള്ളവർക്ക് പുതിയ നിക്ഷേപങ്ങളൊക്കെ നടത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. വലിയ തുകകളൊക്കെ കടം കൊടുക്കുന്നതോ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളിലൊക്കെ അനാവശ്യമായിട്ടൊക്കെ വിശ്വസിക്കുന്നതോ ഒക്കെ ഒഴിവാക്കുക. എന്നാൽ കഠിനാധ്വാനമൊക്കെ ചെയ്യുന്നത് എൻ്റെ രാശിക്കാർക്ക് ഒക്ടോബർ മാസത്തിനൊക്കെ ശേഷം ബിസിനസ്സിൽ പതുക്കെ പുരോഗതിയൊക്കെ കണ്ടു തുടങ്ങുന്നതുമാണ്. ജോലിസ്ഥലത്ത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് യാതൊരു വീഴ്ചകളും വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. പ്രൊഫഷണൽ സമീപനമൊക്കെ നിലനിർത്തുന്നത് വഴി വക്രശനിയുടെ ദോഷങ്ങളെയൊക്കെ ഒരു പരിധിവരെ മറികടക്കാവുന്നതുമാണ്. ഇനി സാമ്പത്തിക വശത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ധനുരാശിയുടെ 2-ാമത്തെ ഭാവത്തിൻ്റെ അധിപൻ കൂടിയാണ് ശനി. അതിനാൽ ശനിയുടെ വക്രചലനം നിങ്ങളുടെ സാമ്പത്തിക കാര്യത്തിൽ നേരിട്ട് സ്വാധീനം ചെലുത്തും. ഈ കാലയളവിൽ പണം കയ്യിൽ വന്നു ചേരുമെങ്കിലും അത് പെട്ടെന്ന് തന്നെ ചിലവായി പോകുന്ന ഒരു അവസ്ഥയും ഉണ്ടാകാം. അപ്രതീക്ഷിത ചിലവുകളൊക്കെ നിങ്ങളെ തേടി വന്നേക്കാം. പ്രത്യേകിച്ച് വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്കോ വാഹനങ്ങൾക്കോ ഒക്കെ വേണ്ടി പണം ചിലവഴിക്കേണ്ടതായും വരാം. പുതിയ വായ്പകളൊക്കെ എടുക്കാൻ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അനുമതിയൊക്കെ ലഭിക്കുമെങ്കിലും തിരിച്ചടവ് ശേഷിയൊക്കെ കൃത്യമായി കണക്ക് കൂട്ടിയൊക്കെ മാത്രം മുന്നോട്ട് പോവുക. ആർക്കെങ്കിലും ജാമ്യം നിൽക്കുന്നതോ പണം കടം കൊടുക്കുന്നതോ ഒക്കെ ഈ 137 ദിവസങ്ങളിൽ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. അതേസമയം മുൻപ് ആർക്കെങ്കിലും കൊടുത്ത പണം തിരികെ കിട്ടാതെയൊക്കെ വിഷമിച്ചിരിക്കുന്നവർക്ക് ഈ സമയത്ത് ആ തുക കുറച്ചെങ്കിലും തിരികെ ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട്. 4-ാം ഭാവം സുഖസ്ഥാനവും കുടുംബസ്ഥാനവുമാണ് എന്ന് ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. 4-ാം ഭാവത്തിൽ വക്രനാകുമ്പോൾ കുടുംബ അന്തരീക്ഷത്തിൽ ചില ഉയർച്ച താഴ്ചകളൊക്കെ പ്രതീക്ഷിക്കാം. വീട്ടിൽ ചെറിയ കാര്യങ്ങളെയൊക്കെ ചൊല്ലി അനാവശ്യ തർക്കങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പങ്കാളിയുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ വാക്കുകളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. ഈ സമയത്ത് നിങ്ങളുടെ ഈഗോ അല്പം മാറ്റിവെക്കുന്നത് കുടുംബത്തിൽ സമാധാനമൊക്കെ നിലനിർത്താൻ സഹായിക്കുന്നതാണ്.
4-ാം ഭാവം മാതൃസ്ഥാനം ആയതിനാൽ അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ ഈ സമയത്തെ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. ചെറിയ അസുഖങ്ങൾ പോലും അവഗണിക്കാതെ കൃത്യമായ ചികിത്സയൊക്കെ നൽകുക. പ്രണയിക്കുന്നവർക്ക് ഈ സമയം അല്പം പരീക്ഷണ ഘട്ടമായിരിക്കും. പരസ്പര വിശ്വാസമൊക്കെ നിലനിർത്താൻ ശ്രമിക്കുക. തെറ്റിദ്ധാരണകളൊക്കെ വരാൻ സാധ്യതയുള്ളതിനാൽ തുറന്ന ആശയവിനിമയമൊക്കെ വളരെ പ്രധാനമാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരോഗ്യം. ശനിയുടെ ദൃഷ്ടി നിങ്ങളുടെ ജന്മരാശിയിലേക്കൊക്കെ വരുന്നതിനാൽ ആരോഗ്യകാര്യത്തിൽ അലംഭാവം വരുത്. ജോലിയിലെ അമിത ഭാരവും കുടുംബത്തിലെ ചെറിയ പ്രശ്നങ്ങളും ഒക്കെ കാരണം മാനസികമായ സമ്മർദ്ദവും ഉറക്കക്കുറവും ഒക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. യോഗ, ധ്യാനം എന്നിവയൊക്കെ ശീലമാക്കുന്നത് നന്നായിരിക്കും. വക്രശനി കാലത്ത് ധനുരാശിക്കാർക്ക് അസ്ഥി സംബന്ധമായ വേദനകളെ, ദഹന പ്രശ്നങ്ങളെ എന്നിവയൊക്കെ വരാനും സാധ്യതയുണ്ട്. അനാവശ്യമായ ദൂരയാത്രകളൊക്കെ ഈ സമയത്ത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അതുപോലെ രാത്രി കാലങ്ങളിലൊക്കെ വണ്ടിയൊക്കെ ഓടിക്കുന്നവരാണെങ്കിൽ അതീവ ശ്രദ്ധയൊക്കെ പുലർത്തേണ്ടതുമാണ്. അതുപോലെ പ്രതിസന്ധികളൊക്കെ ഉള്ളതുപോലെ തന്നെ അതിനെ മറികടക്കാനുള്ള ലളിതമായ പരിഹാര മാർഗ്ഗങ്ങളും ജ്യോതിഷത്തിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ധനുരാശിക്കാർ ഈ സമയത്ത് ചെയ്യേണ്ട പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശനിയാഴ്ചകളിൽ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലോ ഒക്കെ ദർശനം നടത്തുക. നീരാഞ്ജനം വഴിപാടൊക്കെ കഴിക്കുന്നത് ദോഷത്തിൻ്റെ തീവ്രത കുറയ്ക്കാൻ സഹായിക്കും. ദിവസവും വൈകുന്നേരങ്ങളിൽ ഹനുമാൻ ചാലിസ് ജപിക്കുന്നത് മാനസിക ധൈര്യം നൽകുകയും ശനിദോഷങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യും. ശനി ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ടത് കാരുണ്യ പ്രവർത്തികളായതിനാൽ നിരാലംബർക്കോ രോഗികൾക്കോ ഒക്കെ നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഭക്ഷണവും വസ്ത്രവും ഒക്കെ നൽകി സഹായിക്കുക. അതുപോലെ മുതിർന്നവരെയൊക്കെ ആദരിക്കുന്നതും നന്നായിരിക്കും. ശനിയുടെ വക്രഗതി കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട യാതൊരു സാഹചര്യവുമില്ല. ശനി എപ്പോഴും നമുക്ക് അനുഭവങ്ങളിലൂടെ അറിവ് തരുന്ന ഒരു ഗുരുവാണ്. ഈ കാലഘട്ടത്തിൽ അച്ചടക്കത്തോടെയും ക്ഷമയോടെയും ഒക്കെ മുന്നോട്ട് പോയാൽ ഡിസംബർ 11 ശനി നേർരേഖയിലേക്ക് ഒക്കെ വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള വിജയങ്ങളൊക്കെ നിങ്ങളെ തേടി എത്തുന്നതുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.